ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കാസർഗോഡൻ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. തെരടെ എന്നാണ് ഇതിനെ പറയാറ്. അപ്പോൾ മുമ്പൊക്കെ പുതിയാപ്ല സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഡിഷാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ സാധാരണ എലാഞ്ചിയൊക്കെ ചെയ്യുന്ന അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വേറൊരു രീതിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്ത ശേഷം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കും, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നീടാണ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ചിരകിയ തേങ്ങ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 കപ്പ് മുതൽ 2.5 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പാകത്തിന് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആ ഒരു നെയ്യിലൊന്ന് ചെറുതായിട്ട് നല്ലോണം കളറൊന്നും മാറണ്ട കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ 2.5 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂട്ടി കൊടുത്താൽ മതി. അപ്പം ഞാൻ 2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തികഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2.5 കപ്പ് എടുക്കുമ്പോൾ നമുക്ക് പാകത്തിനായിക്കോളും. അപ്പോൾ ഇതിന് പഞ്ചസാര ഒന്ന് ഇതിൽ അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ആ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ഇതിലോട്ട് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഏലക്കപ്പൊടി വേണമെങ്കിലും നല്ലോണം പൊടിച്ചിട്ട് അതൊരു നുള്ളു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ഒരു പാനിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുള്ള അരിയാണ്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ചേർത്തില്ലാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഇത് അത്ര തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല കേട്ടോ, ഒരു മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 1 പാലൊന്നും അല്ല. പിന്നെ അതുപോലെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തേങ്ങ ചേർക്കാതിരിക്കുക കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ അത്രയും നല്ല മഷിയായിട്ട് നമുക്ക് മഷി പോലെ അരഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നന്നായി നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാലാണെങ്കിൽ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് ചേർക്കുക, അല്ലെങ്കിൽ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പാണല്ലോ നമ്മൾ ആ ഒരു തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ്, അപ്പോൾ ടോട്ടലായിട്ട് 3.25 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അരി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം വാർന്നെടുക്കുന്നുണ്ടെങ്കിൽ 3.25 കപ്പ് വെള്ളം ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വെള്ളം വാർന്നെടുക്കുന്നില്ല, അതിൽ കുറച്ച് വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 കപ്പ് അല്ലെങ്കിൽ 3.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ല തിന്നായിട്ടാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നല്ല തിന്നായിട്ട് നല്ലൊരു പേപ്പർ ആ ഒരു രീതിയിൽ അത്രയും തിന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലൂസാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക.
ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു റബ്ബർ പോലെ ആ ഒരു ടെക്സ്ചറാണ്. മൈദ പിന്നെ അറിയാമല്ലോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മൈദ അത്ര ഹെൽത്തിയുമല്ല. ഈ ഒരു അരിയാകുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഈ ഒരു പാനിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നീട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ക്യാമറ ഒന്നിച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പ്ലേറ്റിലിട്ട് കൊടുക്കുക, പിന്നെ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നല്ലോണം ചൂടാറുന്നതിന് മുന്നേ കുറേശ്ശെ ഇതുപോലെ ഫില്ലിങ് ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു ഇത്രയും വലിയ സൈസിലുള്ള ദോശയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 14 അല്ലെങ്കിൽ 15 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പാനാണെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എണ്ണം കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഈ ഒരു തെരേഡെ എന്ന് പറയുന്നത്. കാസർഗോഡൻ സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റും അതുപോലെ നല്ല തിന്നായിട്ടുള്ള ദോശയാണല്ലോ നമ്മൾ ഇതിലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും പറഞ്ഞ പോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്